ഇന്ന് ഞാൻ കറി വെക്കാൻ പോകുന്ന പച്ചക്കറിയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കടുക്, ഉലുവ, ഒറ്റ കഷ്ണങ്ങൾ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, സവോള കൊത്തിയരിഞ്ഞത്, നമ്മുടെ പറമ്പിലെ 2 കരിവേപ്പില, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടി കാഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് ആദ്യം ഇട്ട് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടിത്തെറിക്കുന്നുണ്ട്, അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വെക്കുക, വെച്ച് നോക്കുക. രണ്ടാമത് ഉലുവക്കുട്ടൻ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവക്കുട്ടൻ അവനും കൂടെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവന് റെഡി ആയിട്ടുണ്ട്. അവനിങ്ങനെ തിളച്ച് വരികയാണ്. രണ്ടുകൂടെ സംയുക്തമായിട്ട് അയ്യോ ഞാൻ പറയുകയാണ്. അടുത്തത് നമ്മുടെ ഇഞ്ചിക്കൂട്ടനെയും വെളുത്തുള്ളിക്കൂട്ടനെയും കൂടെ ഒരുമിച്ച് കൊണ്ടിടുക. അവരങ്ങോട്ട് കിടന്ന് മരമരമരാന്ന് തിളച്ച് കഴിഞ്ഞ് എണ്ണ തിളക്കുകയാണ്. അവനെ പയ്യെ ഒന്ന് നേക്കായിട്ട് നടത്തി കൊടുക്കുക. രണ്ടുപേരും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ചാറ്റാട്. ഏകദേശം ഒരു ബ്രൗൺ വരുന്ന മീഡിയം രീതി ആയിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കുക. സവോള വൃത്തിയായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നല്ല എളുപ്പം ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയാണ്. അതിനെ കൂടി ഇട്ട് കൊടുത്ത് സെറ്റപ്പാക്കുക. ആവശ്യമുള്ള തീ കൊടുക്കുക. കാരണം ഓവറായിട്ട് തീ കൊടുത്താൽ മുഴുവൻ കരിഞ്ഞു പോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു വാട്ടർ ആകുന്ന സവോള ഏകദേശം വാടിയെന്ന് തോന്നി. അടുത്ത മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇടുകയാണ്. അവർ രണ്ടിട്ട് മൂക്കണം അവിടെ കൂടെ. നന്നായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മുളകുപൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് അവർ നന്നായിട്ടൊന്ന് മിശ്രിതമാക്കി മൂപ്പിച്ചെടുക്കുക. കരിയാൻ പാടില്ല. ചെറിയൊരു ചുവപ്പ് വരുമ്പോഴത്തേക്ക്, ചുവപ്പായില്ല, ചുവപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കുക. ചെറിയൊരു മൂപ്പായി വരുന്നുണ്ട്. ചുവപ്പ് പോലെ വരണം, എന്നാലുള്ള കറി കാണാൻ ഒരു അഴകുണ്ടാകും. അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുന്ന പാട് നമ്മൾ പുളിയുടെ ചാറും പുളിയോടെ ഇട്ട് കൊടുക്കുക. അടുത്ത നമ്മുടെ അരിഞ്ഞ കഷ്ണം, ഒറ്റ കഷ്ണം എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ തിളപ്പായി വരുന്നത്, ചെറിയ തിളപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്.
മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. നമ്മുടെ മീൻകറി തുറന്നാക്കാൻ പോവാണ്. ആയി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പും പുളിയൊക്കെ ചാറയിലായിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നോക്കാം. പുളിയുണ്ട്, ഉപ്പ് ഇച്ചിരി കുറവാണ്. കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിന് ചെയ്യേണ്ടത് ചെറുതായിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ മുകളിലോട്ട് കൂടിയില്ല. വീട്ടുകാരെ, അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊളി, ആ ഭാഗത്തിന് ഉപ്പ് ഭാഗത്തിന് സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ടാറ്റാ.